ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം പൂർത്തിയായതോടെ അടുത്ത പോപ്പ് ആരാകുമെന്ന ചർച്ചകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് വത്തിക്കാൻ. അതിനായി പേപ്പൽ കോൺക്ലേവിന്റെ തീയതി നാളെ തീരുമാനിക്കും. മെയ് 5-നോ 6-നോ ആകും കോൺക്ലേവ് ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മാർപ്പാപ്പയെ അടക്കം ചെയ്ത റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. PR സുനിലുണ്ട് വത്തിക്കാനിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. സുനിൽ, നമുക്ക് കാണാവുന്നതാണ് ഇന്നിപ്പോൾ ദുഃഖാചരണമുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ദുഃഖാചരണമുണ്ട്. അതിനിടയിൽ നിരവധി വിശ്വാസികളാണ് സെന്റ് മേരി മേജർ ബസലിക്കയിൽ പ്രാർത്ഥനകൾക്കായി എത്തുന്നത്. ഇനി അടുത്ത ഘട്ടം അല്ലെങ്കിൽ അടുത്ത ആകാംക്ഷ പറയുന്നത് അടുത്ത പോപ്പ് ആരായിരിക്കും, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? വിനീത, തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാകും എന്ന് തന്നെയാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിൽ അതിന്റെ പടവുകളിൽ നടക്കുകയാണ്. എല്ലാ കർദിനാൾമാരും, ഇനി അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കേണ്ട എല്ലാ കർദിനാൾമാരും ഇപ്പോൾ ഈ പ്രാർത്ഥനയിലുണ്ട്. ഒരുപാട് വിശ്വാസികൾ ഇന്നും ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഞായറാഴ്ച ദിവസത്തിൽ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഏതായാലും വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുകയാണ്. ഏതായാലും ഇന്നോ നാളെയോ ആയിരിക്കും ഒരുപക്ഷെ എന്ന് മുതൽ പേപ്പൽ കോൺക്ലേവ്, പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ചേരണം എന്ന കാര്യത്തിൽ തീരുമാനിക്കാൻ യോഗം ചേരും. അതിനുശേഷം ഒരു തീയതി നിശ്ചയിക്കും. ഒരുപക്ഷെ മെയ് 5-നോ 6-നോ ആയിരിക്കും പേപ്പൽ കോൺക്ലേവ് ആരംഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര ദിവസം ആ കോൺക്ലേവ് നീണ്ടു നിൽക്കും എന്ന കാര്യം വ്യക്തമല്ല. വലിയ നടപടിക്രമം തന്നെയാണ് ഒരു പോപ്പിനെ തെരഞ്ഞെടുക്കാനായി ഉള്ളത്. ഏതായാലും ഈ 135 കർദിനാൾമാർക്കാണ് പോപ്പിനെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശം ഉള്ളത്. 80 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടവകാശമില്ല. അപ്പോൾ 135 കർദിനാൾമാരാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 135 കർദിനാൾമാരാണ് ഈ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനായി വോട്ട് ചെയ്യുക. ഇന്ത്യയിൽ നിന്ന് 4 പേരാണുള്ളത്, 2 മലയാളി കർദിനാൾമാർ ഉൾപ്പെടെ. ഏതായാലും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഏതായാലും വത്തിക്കാൻ കടക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്ത ചരിത്രമുണ്ട്. അതേസമയം 3 മാസത്തോളം കോൺക്ലേവ് നീണ്ടുനിന്ന ചരിത്രവുമുണ്ട്. വത്തിക്കാനിലെ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അതിന്റെ കോൺക്ലേവ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടച്ചിട്ട മുറിയിലായിരിക്കും ഇതിന്റെ പൂർണ്ണ നടപടിക്രമങ്ങൾ. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ അനുവദനീയമല്ല. അപ്പോൾ അതീവ രഹസ്യമായിട്ടായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുക. ഈ കോൺക്ലേവ് തുടങ്ങി അത് തീരുന്നതുവരെ എല്ലാവരും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രത്യേക ഭാഗത്ത് അടച്ചിട്ട മുറിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പുറം ലോകവുമായി അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ. ഏതായാലും എങ്ങനെയായിരിക്കും ഇത്തവണ പുതിയ പോപ്പിനെ കണ്ടെത്തുക? തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ച് കഴിഞ്ഞ 12 വർഷക്കാലം വിപ്ലവകരമായ ഒരു കാലം തന്നെയായിരുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് കുടിയേറാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ മനുഷ്യനായി, എല്ലാവരുടെയും ആരാധനാ പുരുഷനായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയായിരിക്കുന്നത്. ഏതായാലും ഇനി പിൻഗാമി ആര് എന്നതാണ് വത്തിക്കാനിലെ ചർച്ചയും ലോകത്തിന്റെ പ്രധാന ചർച്ചയും. എല്ലാ കണ്ണുകളും ഇനി വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കുന്നത് ആരായിരിക്കും ഇനി കത്തോലിക്ക സഭയെ നയിക്കാൻ പോകുന്നത് എന്നറിയാൻ. ശരി, PR സുനിലാണ് വത്തിക്കാന്റെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. സെന്റ് മേരി മേജർ ബസിലിക്കയിൽ, അതായത് മാർപ്പാപ്പയുടെ ഖബറടക്കിയ സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം തന്നെയാണ്. വലിയ പ്രാർത്ഥനകളൊക്കെ തന്നെ അവിടെ നടക്കുന്നുമുണ്ട്.